2024 പണം കൊയ്ത ചില മലയാള സിനിമകളെ പറ്റിയാണ് ഇന്നത്തെ മോളിവുഡ് ന്യൂസിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്പർ 1, ആടുജീവിതം. ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ബ്ലസ്സി തിരക്കഥയും സംവിധാനം നിർവഹിച്ച് പുറത്തിറങ്ങിയ സിനിമയാണ് ആടുജീവിതം. പൃഥ്വിരാജാണ് നജീബ് എന്ന പ്രവാസിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബ്ലസ്സിയുടെ 16 വർഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താണ് ചിത്രം പുറത്തെത്തിച്ചിരിക്കുന്നത്. ഒപ്പം ഒരുപാട് ടെക്നീഷ്യൻസും കൂടി വർക്ക് ചെയ്ത ഒരു ക്ലാസിക് ചിത്രമായതിനാലാണ് ബിഗ് ബഡ്ജറ്റ് ചിത്രമായിട്ടും 2024 വൻ വിജയം നേടിയത്. നമ്പർ 2, മഞ്ഞുമൽ ബോയ്സ്. ചിദംബരം സംവിധാനം ചെയ്ത സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. ആരെയും തിരികെ കൊണ്ടുവരാത്ത അപകടകരമായ ആഴത്തിലുള്ള കുഴിയായ ഗുണ കേവിൽ നിന്ന് സുഹൃത്തിനെ രക്ഷിക്കാൻ ഒരു കൂട്ടം സുഹൃത്തുക്കൾ ധീരമായ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതുമാണ് കഥ. ഈ ചിത്രവും സാമ്പത്തികമായ വിജയം തന്നെയായിരുന്നു. നമ്പർ 3, പ്രേമലു. ഗിരീഷ് ഏടിയാണ് ചിത്രം സംവിധാനം ചെയ്തത്. സച്ചിന്റെ പ്രണയാന്വേഷണം അപ്രതീക്ഷിതമായ വഴിത്തിരിവുകൾ നേടി ചിരി നിറഞ്ഞ ഒരു ത്രികോണ പ്രണയം സൃഷ്ടിക്കുന്നു. നസ്ലിൻ, മമത ബൈജു എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രണയ ചിത്രം എല്ലാ ഭാഷയിലും ഒരുപോലെ വിജയം നേടി. നമ്പർ 4, ബ്രഹ്മയുഗം. രാഹുൽ സദാശിവനാണ് സിനിമ സംവിധാനം ചെയ്തത്. പാണൻ ജാതിയിൽപ്പെട്ട നാടോടി ഗായകനായ തേവൻ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ നിർഭാഗ്യകരമായ ഒരു ഏറ്റുമുട്ടലുണ്ടായി. ഇത് തന്റെ വിധിയെ മാറ്റിമറിക്കുന്ന ഒരു പുരാതന പരമ്പരാഗത മാളിക കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. ഒരു പരീക്ഷണ ചിത്രമായിരുന്നിട്ടും സാമ്പത്തിക വിജയത്തിനപ്പുറം പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റി ഈ സിനിമ. നമ്പർ 5, ആവേശം. ജിത്തു മാധവിന്റെ സംവിധാനത്തിൽ എത്തിയ ആവേശം എന്ന സിനിമ എഞ്ചിനീയറിംഗ് ബിരുദത്തിനായി 3 കൗമാരക്കാർ ബാംഗ്ലൂരിൽ എത്തുകയും സീനിയേഴ്സുമായി വഴക്കുണ്ടാക്കുകയും പ്രതികാരം ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കാൻ അവർ രംഗ എന്ന പ്രാദേശിക ഗുണ്ടാ സംഘത്തെ കണ്ടെത്തുന്നു. തുടർന്നുണ്ടാകുന്ന നർമ്മം നിറഞ്ഞ പശ്ചാത്തലത്തിലാണ് സിനിമ പുരോഗമിക്കുന്നത്. ഒരു ഫുൾ ടൈം എന്റർടൈനർ ആയിരുന്ന ഈ ആവേശം മികച്ച വിജയം നേടി മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് പേരും പ്രശംസയും നേടിക്കൊടുത്തു. ഇനിയും നല്ല സിനിമകൾക്കായി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ സിനിമാ വിശേഷങ്ങൾ കാണുവാനായി മോളിവുഡ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.